हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। हरि ओം. ഇന്ന് 2 ശ്ലോകം, ആശീർവാദ ശ്ലോകങ്ങളിലെ 2 ശ്ലോകം 28, 29 നമുക്ക് ചെല്ലാം. പിന്നെ കഴിഞ്ഞ് 3-ാമത്തെ ശ്ലോകം എടുക്കാം നമുക്ക്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ സുഖദ ക്രിയത്തെ രാമാഭോഗ പശ്ചാത് ഹന്തശരീരേ രോഗ യദ്യപി ലോകേ മരണം ശരണം തദപി ന മുഞ്ചതി പാപാചരണം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തത സുഖലേശഃ സത്യം പുത്രാദപി ധനഭാജാം ഭീതി സർവത്രൈഷാ വിഹിതാരീതി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തത സുഖലേശഃ സത്യം പുത്രാദപി ധനഭാജാം ഭീതി സർവത്രൈഷാ വിഹിതാരീതി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. ആധ്യാത്മിക സാധനകൾ വളരെ വിശാലമായി ബ്രോഡായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ 2ആയിട്ട് തരംതിരിക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് സാധന എ ഗ്രൂപ്പ്, അനദർ ഗ്രൂപ്പ് ഓഫ് സാധന ബി ഗ്രൂപ്പ്, അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് നമുക്ക് തരംതിരിക്കാം. നമുക്ക് തരംതിരിക്കല്ല, അത് മഹർഷിമാരങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അത് നമുക്ക് അനുകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് നമുക്ക് തരംതിരിക്കാനല്ല. അതൊക്കെ നമ്മൾ എപ്പോഴോ മഹർഷിമാർ തരംതിരിച്ച് വിട്ടിരിക്കണം. അതൊക്കെ നമ്മളിങ്ങനെ അനുകരിച്ച് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അതിനൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഡെസിഷൻസാണത്. ഓക്കെ, അപ്പോൾ 2ഉം അത്യാവശ്യവുമാണ്. എന്നാൽ പിന്നെ ഗ്രൂപ്പ് എ എടുക്കാം, നോ ഓപ്ഷൻ. 2ഉം കമ്പൽസറിയാണ്. മനസ്സിലായില്ലേ? അതൊന്ന് ബഹിരംഗ സാധന, 2 ആന്തരിക സാധന. ബാഹ്യമായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട ലോകത്തിൽ പെരുമാറുമ്പോൾ when you transact with the world outside, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഹൗ ടു ബിഹേവ്, അതാണ് ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങൾ നമ്മൾ കാണിക്കേണ്ടത്. കാണിക്കേണ്ടത് വെച്ചെങ്കിൽ എക്സിബിഷന് വേണ്ടി കാണിക്കല്ല, നമ്മുടെ ചേഷ്ടകൾ അങ്ങനെ ആവണം. നമ്മളുടെ പ്രവൃത്തികളും കർമ്മങ്ങളും
പുറമേക്ക് കാണപ്പെടുന്ന കർമ്മങ്ങൾ അങ്ങനെ ആയിരിക്കണം. അത് ബഹിരാംഗ സാധന, എക്സ്റ്റേണൽ ഡിസിപ്ലിൻ എന്ന് വേണം പറയാൻ. എക്സ്റ്റേണൽ ഡിസിപ്ലിൻ, പുറമേക്ക് നമ്മൾ കാണിക്കേണ്ട ഡിസിപ്ലിൻ, ദ വേ യു ബിഹേവ് വിത്ത് ദ വേൾഡ് ഔട്ട്സൈഡ്. വളരെ സൂക്ഷിച്ചിട്ടാണ് ആ വാക്ക് ഉപയോഗിക്കണം. ദ വേ യു ബിഹേവ് വിത്ത് വേൾഡ് ഔട്ട്സൈഡ്. ആൾക്കാരോട് മാത്രമല്ല, ചുറ്റുപാടുകളോട്, സന്ദർഭങ്ങളോട്, എല്ലാറ്റിനോടും നമ്മൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതോ നമ്മൾ റിയാക്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഡിസിപ്ലിൻ. രണ്ടാമത്തത് ആന്തരികമായിട്ടുള്ള സാധനങ്ങൾ. ഉള്ളിൽ വാട്ട് ഷുഡ് ബി അവർ തോട്ട് പ്രോസസ്, എങ്ങനെയായിരിക്കണം നമ്മളുടെ ചിന്താഗതി. ഇന്നുള്ള നമ്മളെ നയിക്കുന്ന ചില ഷഡ്വികാരങ്ങളുണ്ടല്ലോ, കാമക്രോധ ലോഭ മോഹമത മത്സര്യങ്ങൾ. ഇവയെ കൊണ്ട് നടക്കണോ, അതോ അമാനിത്വം അഹംബിത്വം അഹിംസ ശാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹം ഇങ്ങനെയുള്ള സൽഗുണങ്ങളുടെ പിന്നാലെ പോകണോ, അതോ ദുർഗുണങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ? ഇതേവരെ നമ്മുടെ ജന്മം മുഴുവൻ ആദ്യം മുതലേ ജീവിച്ചിരുന്ന രീതി മതിയോ? ഒന്നും താളം ചവിട്ടൊന്ന് മാറ്റി നോക്കണോ? ഒരു സ്റ്റെപ്പ് വേറൊരു സ്റ്റെപ്പ് എടുത്ത് നോക്കണോ? എങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ആ സ്റ്റെപ്സ് എടുക്കേണ്ടത്? എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കിന്ന് ഉണ്ടാവുക? ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ യൂസർ ഐ ഡിയും പാസ്വേഡും മാറ്റാറായോ? അതൊന്ന് മാറ്റാം. ഇതിങ്ങനെ കുറേ കാലമായി വെച്ചുകൊണ്ടിരിക്കുന്നു, വലിയൊരു സെൻസേഷനൊന്നും ഇതിൽ കാണാനില്ല. അങ്ങനൊരു ബോധം വന്നിട്ട് ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ. അതേപോലെ ബാഹ്യ എന്താ പറയുക, ബഹിരാംഗ സാധനങ്ങളും നമുക്ക് മാറ്റേണ്ടി വരും. രണ്ടും കൂടി കോംപ്ലിമെൻ്ററി ആണ്. ഈ രണ്ട് തലങ്ങളിലും മഹർഷിമാർ ആവിഷ്കരിച്ചിട്ടുള്ളത് 5 പദ്ധതികളാണ്. പഞ്ചമഹാപദ്ധതി, ഓരോന്നിനും 5 പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്ത് 5 കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഡിസിപ്ലിൻ നമ്മൾ ചെയ്യേണ്ടത്, എന്ത് 5 കാര്യങ്ങളാണ് ഇൻറ്റേർണൽ ഡിസിപ്ലിൻ നമ്മൾ ചെയ്യേണ്ടത്. ഓരോന്നിലും 5 സാധനങ്ങൾ. അപ്പം ഇതിനു മുമ്പെയുള്ള ശ്ലോകങ്ങൾ ദ്വാദശമഞ്ജരിയിലായിട്ടും ചതുർദശമഞ്ജരിയിലായിട്ടും നമ്മൾ കണ്ടതെല്ലാം തന്നെ മിക്കതും ബാഹ്യമായിട്ടുള്ള നമ്മളുടെ കോണ്ടക്റ്റ്, നമ്മളുടെ പെരുമാറ്റച്ചട്ടമാണ് നമ്മൾ ഇതേവരെ കണ്ടത്. എക്സ്റ്റേണൽ ഡിസിപ്ലിൻ, ബഹിരാംഗ സാധനയാണ് നമ്മൾ മിക്കതും കണ്ടത്. എല്ലാവരും അതിനെക്കുറിച്ചായിരുന്നു ഊന്നൽ കൊടുത്തിരുന്നത്. അതങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, മറ്റു ചെയ്യണം, മറിച്ച് ചെയ്യണം, അങ്ങനെ സാധനം കൊടുത്തിരുന്നത് അങ്ങനെയാണ്. 5 പ്രക്രിയകളായിരുന്നു നമ്മൾ വിവരിച്ചിരുന്നത്. ഒന്ന് ഓടിച്ചു പോകാനാണെങ്കിൽ ഗീതാധ്യായനം, ഈശ്വരാരാധന, സത്സംഗം, ദാനം, ധനതൃഷ്ണയുടെ ത്യാഗം. അങ്ങനെ 5 കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഗീതാധ്യാനത്തിന് നമ്മൾ ശ്ലോകത്തിൽ കണ്ടില്ലേ, ഭഗവത്ഗീത കിഞ്ചിതധീത. ഈശ്വരാരാധന, മുരാരി സമർച്ച അല്ലേ. 3 സത്സംഗം, അതിൻ്റെ ഗുണം സത്സംഗത്വേ നിസ്സംഗത്വം, സത്സംഗത്തിനെ കുറിച്ച് പറഞ്ഞു. 4 ദാനം ചെയ്യുക, ദേയം ദീനജനാജയ വിത്തം, ധാർമ്മികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വിത്തം ദീനജനങ്ങൾക്ക് കൊടുക്കുക, ആതുര സേവനം ചെയ്യുക, അതാണ് ദാനം. അതും എക്സ്റ്റേണലാണ്, എല്ലാം എക്സ്റ്റേണൽ. ഈ പറഞ്ഞൊക്കെ എക്സ്റ്റേണലാണ്. 4 ധനതൃഷ്ണ ത്യാഗം, ധനല്ല ധനതൃഷ്ണ ത്യാഗം. മൂഢജഹീഹി ധനാഗമ തൃഷ്ണ. അപ്പോൾ ഈ 5 ബാഹ്യമായിട്ടുള്ള ഡിസിപ്ലിൻ. എക്സ്റ്റേണൽ ഡിസിപ്ലിൻ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഈ ദ്വാദശമഞ്ജരിക സ്തോത്രത്തിലും ചതുർദശമഞ്ജരിക സ്തോത്രത്തിലായിട്ട് ഭഗവാൻ ആദിശങ്കരനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അവിടെയായിട്ട് ഈ 5 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു.
ഒക്കെ സാധകൻ്റെ എക്സ്റ്റേണൽ ഡിസിപ്ലിനാണ്. ഇനി ഈ ശ്ലോകത്തിൽ നമ്മളിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ശ്ലോകത്തിൽ ജഗദ്ഗുരു ആവിഷ്കരിക്കുന്നത് ആന്തരിക പഞ്ചമഹാ പദ്ധതിയാണ്. ഒരു ഇൻറ്റേർണൽ ഡിസിപ്ലിൻ പാക്കേജ്. എന്തൊക്കെയാണ് നമ്മൾ ഇൻറ്റേർണലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഈ ഇൻറ്റേർണൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആന്തരിക നിയന്ത്രണം അല്ലെങ്കിൽ ആന്തരിക ഡിസിപ്ലിൻ, ആന്തരിക സാധനങ്ങൾ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ നിയന്ത്രണം ഇല്ലാതെ ബാഹ്യ നിയന്ത്രണം അർത്ഥശൂന്യവുമാവും വ്യർത്ഥവുമാവും. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഉള്ളിൽ പഴയ യൂസർ ഐ ഡിയും പാസ്വേഡും ആണെന്നുണ്ടെങ്കിൽ പുറത്ത് ഈ കളി കളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. വിച്ച് ഈസ് എ ഫ്യൂട്ടൈൽ എക്സസൈസ്. അപ്പോൾ ആന്തരിക ഡിസിപ്ലിൻ, ഇൻറ്റേർണൽ ഡിസിപ്ലിൻ വളരെ വളരെ ആവശ്യമാണ്, വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അതേപോലെ തന്നെ ബാഹ്യ നിയന്ത്രണം കൈവരിച്ചാലേ ആന്തരിക നിയന്ത്രണം വഴങ്ങൂ. അതുകൊണ്ട് എന്നാൽ പിന്നെ ആന്തരിക ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതങ്ങോട്ട് തുടങ്ങിക്കളാം. ബാഹ്യം എങ്ങനെയാ എന്തെങ്കിലും വേഷം കെട്ടി നടന്നാലും കുഴപ്പമില്ലല്ലോ, അത് പോരാ. പുറമേ ഉള്ളത് നേരെയാക്കിയാലേ നമ്മൾ നേരെയാവും. അപ്പോൾ രണ്ടും മ്യൂച്വലി ഇൻക്ലൂസീവാണ്. രണ്ടും വേണമെന്ന് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ രണ്ടും വേണം അല്ലേ? അത് പറയാതെ മഹർഷിമാർ പറയണം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളെ. ഒന്ന് ത്യജിച്ചിട്ട് വേറൊന്നും എടുക്കാൻ പാടില്ല. ബോത്ത് ആർ മ്യൂച്വലി ഇൻക്ലൂസീവ്. രണ്ടും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അനുസ്യൂതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവരെ വേർതിരിക്കാൻ പറ്റില്ല. രണ്ടും രണ്ടല്ല. എന്നിൽ നിന്ന് പുറമേക്ക് കാണിക്കേണ്ട ഡിസിപ്ലിനും ഉള്ളിലേക്ക് കാണിക്കേണ്ട ഡിസിപ്ലിനും രണ്ടും പ്രധാനപ്പെട്ടതാണ്. രണ്ടും കളയാൻ വയ്യ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 കണ്ടു. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ 5 എന്താണെന്നുള്ളത് നമുക്ക് ഈ ശ്ലോകത്തിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. ശ്രദ്ധിക്കൂ. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം ജാപ്യസമേത സമാധി നിധാനം വിധാനം കർമ്മവധാനം മഹദവധാനം. ബ്യൂട്ടിഫുൾ. എന്തൊരു സീക്വൻസാണ് നോക്കൂ. ആഹാ. Shankaran, see, as a philosopher, as a poet, as a thinker, where has he not excelled? എന്തൊരു ഓർഡർലി സിസ്റ്റം ഓഫ് പ്രസൻറ്റേഷനാണ് നോക്കൂ. എന്തൊരു ലോജിക്കൽ തിങ്കിങ്. വെറാസിറ്റി ആൻഡ് ബ്യൂട്ടി ഓഫ് അവർ മാസ്റ്റേഴ്സ്. ഒന്ന് ചിന്തിക്കുമെന്ന് ഇടയ്ക്കൊന്ന് അതിങ്ങനെ ആലോചിക്കണം. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം ജാപ്യസമേത സമാധി നിധാനം കുർവവധാനം മഹദവധാനം. 5 വന്നുപടെ. പ്രാണായാമം നമ്പർ 1, പ്രത്യാഹാരം നമ്പർ 2, നിത്യാനിത്യ വിവേക വിചാരം നമ്പർ 3, ജാപ്യസമേത സമാധി വിധാനം. ജാപ്യസ ആൻഡ് സമാധി, ജപം ആൻഡ് സമാധി. കുർവവധാനം, ചെയ്യൂ ഈ അവധാനം. മഹദവധാനം, വളരെ ശ്രദ്ധിച്ചു ചെയ്യൂ. നമുക്ക് അർത്ഥത്തിലേക്ക് അർത്ഥമൊന്ന്, സാമാന്യമായിട്ടുള്ള അർത്ഥം നമുക്കൊന്ന് ആദ്യം നോക്കാം. പ്രാണായാമവും പ്രത്യാഹാരവും എന്താ നമുക്ക് കാണാം. പ്രത്യാഹാരവും നിത്യാനിത്യ വിവേക വിചാരം, നിത്യ അനിത്യ വിവേക വിചാരം. നിത്യവും അനിത്യവും തമ്മിലുള്ള വ്യത്യാസത്തിനെക്കുറിച്ചുള്ള വിവേകമായ വിചാരം. വെറും വിചാരമല്ല, വിവേക വിചാരം. അഡ്ജക്റ്റീവ്. വിവേക വിചാരം. ജാപ്യ സമേത, എലോങ് വിത്ത് സമാധി വിധാനം. സമാധി മീൻസ്
ധ്യാനം, അലോങ് വിത്ത് ധ്യാനം ജപം കമ്പൈൻഡ് വിത്ത് ധ്യാനം. അപ്പോൾ പ്രാണായാമമായി, പ്രത്യാഹാരമായി, നിത്യാനിത്യ വിവേക വിചാരമായി, ജപമായി, സമാധിയായി. ജപത്തിനോടൊപ്പം ധ്യാനാഭ്യാസവും വേണം. അത് രണ്ടും കോംപ്ലിമെൻ്ററി ആയിട്ട് പോകണം. അവധാനം മഹത് അവധാനം കുരു. അവധാനം മഹത് അവധാനം കുരു. വളരെ വളരെ അവധാനയോടെ, ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ചെയ്യൂ. മഹത് അവധാനം കുരു, അവധാനം മഹത് അവധാനം. ഇതാണ് സാമാന്യ അർത്ഥ ശ്ലോകത്തിൻ്റെ. അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വിവരണത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, എല്ലാം നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ ഒന്നും കൂടി ഊന്നി പറയുന്നു, കാരണം ഇത് ഇൻറ്റേർണൽ ഡിസിപ്ലിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അത് എത്ര പറഞ്ഞാലും അത് അധികമാവില്ല. കാരണം ഇതിങ്ങനെ ഇറ്റ് ഹാസ് ടു ഗോ ഇൻ ടു യുവർ ക്രേനിയം 100 times. എന്നാലേ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ്, ഞാൻ പറഞ്ഞില്ലേ, പാസ്വേഡും യൂസർ ഐ ഡിയൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. ഒന്ന് മാറ്റി നോക്കുക, വേറൊരു ഇമെയിൽ ഐ ഡി കൊടുക്കുക, നോക്കാം എങ്ങനെയുണ്ടെന്ന്. മനസ്സിലായി? അപ്പോൾ പ്രാണായാമം ഈ ദേഹത്തിലെ പ്രാണചേഷ്ടകളെ നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമം. പ്രാണത്തിൻ്റെ മൂവ്മെൻറ്റ്. പഞ്ചപ്രാണനാണല്ലോ. ആ പ്രാണനെ ദി വൈറ്റൽ എയർ എന്നൊക്കെ പറയും. അതിനെ നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് പ്രാണായാമം. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രാണായാമം എല്ലാവരും ചെയ്യുന്നതുമായിരിക്കാം മിക്കവരും. സൂര്യ നമസ്കാരം, ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിലൊക്കെ പ്രാണായാമ എക്സസൈസിൽ സൂര്യ നമസ്കാരമൊക്കെ അതന്നെ. ഞാൻ ഒന്നും ഇല്ലാണ്ട് തന്നെ വീട്ടിൽ ചിലവിരുന്നിട്ട് നമ്മൾ ചെയ്യാറില്ലേ എക്സസൈസ്, ബ്രീതിങ് എക്സസൈസ്, അങ്ങനെയാണ് പ്രാണായാമം. ഈ പ്രാണായാമത്തിന് മനസ്സിനെ ശാന്തിയാക്കാൻ കഴിയും. ശാന്തി ആയിട്ട് മനസ്സിനെ നിർത്താൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ് പ്രാണായാമം. പ്രാക്ടിക്കലായിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ്. പിന്നെ മനസ്സിനെ നേരിട്ട് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. മനോ ദുർനിഗ്രഹം ചലം. മനസ്സിനെ അത്ര പെട്ടെന്ന് പിടിയിട്ടില്ല. പിടിക്കുമ്പോഴേക്കും അവൻ വഴിക്ക് പോവും, ഇല്ലേ? അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ പരിചയം. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുക പറഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് നിയന്ത്രിച്ചാലാണോ മനസ്സ് നിയന്ത്രിക്കപ്പെടുക, അതിനെ നിയന്ത്രിക്കാൻ പറ്റുമോ നോക്കുക. ബോസിനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ബോസിൻ്റെ ഭാര്യയെ പിടിക്കാൻ നോക്കുക. അങ്ങനെ പോകാൻ നോക്കാം. വീട്ടിലൊന്നും ചെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കില്ല അയാൾ. അല്ലെങ്കിൽ ആര് പറഞ്ഞാലാണോ അങ്ങോട്ട് കേൾക്കുക, അങ്ങോരെ കൊണ്ട് പറയിപ്പിക്കുക. അങ്ങനെയില്ല ഒരു സമ്പ്രദായം ലോകത്തിൽ. പുതുമയൊന്നല്ലാതെ. അപ്പോൾ പ്രാണന് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്ന് പൂർവികർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് മനയേവ മനുഷ്യാണാം ബന്ധനം കാര്യമോക്ഷയെന്നുണ്ട്. ബന്ധനത്തിനും ലിബറേഷനും രണ്ടും മനസ്സന്നെയാ കാരണം. അവനാണ് ഈ സെൻട്രൽ ഫിഗർ. അവനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ് വളരെ കഷ്ടമാണ്. ഭഗവാൻ തന്നെ സമ്മതിച്ചതാ. അർജുനൻ പറഞ്ഞപ്പോൾ ചഞ്ചലം ഹി മനകൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. ശരിയാണ്, മനസ്സ് ദുർനിഗ്രഹമാണ്. നിഗ്രഹിക്കാൻ പറ്റില്ല അവനെ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അവനെ പിടിക്കാൻ പറ്റില്ല. അവൻ മോടി നിറവായിട്ടും വിജയമല്ലയായിട്ടും ഇങ്ങനെ കടന്നു തിരിയും. പിടിച്ചു കൊണ്ടുവരാൻ പാടവനെ കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം പിന്നെ ആരെ നിയന്ത്രിച്ചാലാണോ അവനെ നിയന്ത്രിക്കാൻ പറ്റുക. ഒരു കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ നമ്മളെല്ലാവരും? നമ്മുടെ മനസ്സ് ക്ഷോഭിച്ചിരിക്കുമ്പോൾ പ്രാണനും പ്രക്ഷുബ്ധമാവും, പ്രാണനും അജിറ്റേറ്റഡ് ആവും. ഉണ്ടോ ഇല്ലേ? നമ്മുടെ ബ്രീതിങ് റേറ്റ് ഇൻക്രീസസ് വെൻ അവർ മൈൻഡ് ഈസ് അജിറ്റേറ്റഡ്. നമ്മുടെ മനസ്സിന് സുഖമില്ലാത്തൊരു സമയത്ത്, വളരെ എന്താ പറയുക, ശാന്തത തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ പടപടപ്പ് എന്നൊക്കെ പറയില്ലേ, മനസ്സിൻ്റെ പടപടപ്പ്. ഈ പടപടപ്പ് ഈസ് എ ഹാർട്ട് ബീറ്റ്. അതിന് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയണം പണ്ടുള്ള പണ്ടുള്ള ആൾക്കാർ. മനസ്സിൻ്റെ ഒരു പടപടപ്പേ. ഈ മനസ്സിൻ്റെ ഈ പടപടപ്പ് വരുമ്പോൾ മനസ്സിന് സ്ഥിരതയില്ലാതെ എന്തൊക്കെയോ അജിറ്റേഷൻ.
പല കാരണങ്ങളെ കൊണ്ടാവാം. നിസ്സാര കാര്യം മുതൽ വലിയ കാര്യങ്ങളാവാം. എത്രയോ ബുദ്ധിമുട്ടി സമ്പാദിച്ച ഒരു സ്വത്ത് ആരോ തട്ടിക്കൊണ്ടുപോയി. ആകെ അജിറ്റേഷൻ മനസ്സിന്, ഇല്ലേ? നല്ലൊരു റീസണല്ലേ മനസ്സിന് അജിറ്റേറ്റ് ആവാൻ. യാത്ര പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല, പോരെ പടപടപ്പിന്? വെയിറ്റ് ലിസ്റ്റിലാണ് ഇട്ടിരിക്കണത്. വെയിറ്റ് ലിസ്റ്റിൽ ഇടാത്താൻ പറയും, വെയിറ്റ് ലിസ്റ്റിലെങ്കിലും ഒന്ന് ഇട്ടാൽ മതിയായിരുന്നു. ആകെ ടെൻഷൻ. കിട്ടുവാണാവോ വേണാവോ? ആ തിരക്കിൻ്റെ ഇടയിൽ ലഗേജും മറക്കും. വാട്ടർ ബോട്ടിൽ മറന്നു വെച്ചിട്ട് പോകും. കാറ് കയറി പകുതി എത്തുമ്പോഴോ അയ്യോ വാട്ടർ ബോട്ടിൽ മറന്നു വെച്ച്, തണുപ്പിച്ച വെള്ളമായിരുന്നില്ല ഈശ്വര. അത് പോട്ടെ, ഇനിയിപ്പോൾ വേറെ മേടിക്കാം, എന്താണ് ബോട്ടിൽ വെള്ളം മേടിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കില്ല, ഒക്കെ അങ്ങോട്ട് ഇട്ടിട്ട് തിരക്ക്. അവിടെ എത്തി, റെയിൽവേ സ്റ്റേഷനിലെത്തി, ചാർട്ട് നോക്കി, കിട്ടിയില്ല. പേരൊന്നുമില്ല അതിൽ, വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെയാണ് കിടക്കണം, മാറിയിട്ടൊന്നുമില്ല, നോ ഇമ്പ്രൂവ്മെൻറ്റ്. ഇനിയിപ്പോൾ ട്രെയിൻ വന്നാൽ ടി ടി പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം, അതേ ചെയ്യാൻ പറ്റുള്ളൂ. അയാളുടെ സേവ കൂടി നിന്നാൽ വല്ലതും കിട്ടും. കോയമ്പത്തൂരോ എന്താ പറയുക പാലക്കാടൊക്കെ വല്ലവരും ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ സീറ്റിൽ നമ്മുടെ കയറി ഇരുത്താൻ നോക്കാം, അതിൽ കയറാം. ഏതായാലും വെയിറ്റ് ലിസ്റ്റിലുണ്ടല്ലോ. ട്രെയിനിൽ കയറിയ പുറത്തേക്ക് തള്ളില്ല. അങ്ങനെ ഈ മനസ്സ് അപ്പോഴും മനസ്സ് ടെൻഷനാണ്, അല്ലേ? നമുക്ക് ആലോചിച്ചു, നമുക്ക് പല പ്രാവശ്യം അനുഭവങ്ങളാണ്. മനസ്സിലെ ടെൻഷൻ. മദ്രാസിലേക്ക് പോകണതാണ്, ടിക്കറ്റിന് റിസർവ്ഡ് ആയിട്ടില്ല. ആ ടെൻഷൻ പിടിച്ചിരിക്കുന്ന നേരത്താണ് ഒരാളൊരു കവറും കൊണ്ടുവരണം. വേണം സാറേ, ഈ കവറൊന്ന് വിശ്വനാഥയ്യർക്ക് കൊടുക്കും കേട്ടോ, മദ്രാസിലെ ഇവിടെ ടി നഗറിലാണ്, എപ്പോഴെങ്കിലും അതേ പോകുമ്പോൾ ഒന്ന് കയറി കൊടുത്തോളൂ. പറ്റില്ല എന്ന് പറയാനും പറ്റില്ല, അങ്ങനെ ആ കവർ മേടിച്ച് വയ്ക്കും. ആ അവസ്ഥയിൽ അങ്ങനൊരു കവറ് കയ്യിൽ കിട്ടിയിട്ട് ഒരു മേനോനും വെങ്കട്ടരാമയ്യർക്ക് കൊടുത്തിട്ടേ ഇല്ല കവർ ഈ ലോകത്തിൽ. എന്താ കാരണം? മനസ്സ് അജിറ്റേറ്റഡ്, നത്തിങ് വർക്ക്സ്. ആ സമയത്ത് നിങ്ങളുടെ ബി പി ഒന്ന് നോക്കൂ. ബി പി നോക്കണ്ട, പൾസ് നോക്കൂ. പടപടപ്പ് എന്നുണ്ട്, അതാണ്. ഹാർട്ട് ബീറ്റ് വിൽ ഇൻക്രീസ്. എന്താ കാരണം? പ്രാണൻ്റെ യാമം മീനിങ് എന്താ പറയുക, ബ്രീതിങ് റേറ്റ് വളരെ കൂടിപ്പോണു. സോ ബ്രീതിങ് റേറ്റ് ആസ് എ കണക്ഷൻ വിത്ത് ദ മൈൻഡ്, മഹർഷിമാരെ കണ്ടുപിടിച്ചു. അതുകൊണ്ട് പ്രാണനെ നിയന്ത്രിച്ചാൽ മനസ്സും നിയന്ത്രിക്കാം. കൺട്രോൾ ദ ബീറ്റ് ഹാർട്ട് റേറ്റ്, ഡൗൺ. അപ്പോൾ മനസ്സിനെ നേരിട്ട് നിയന്ത്രിക്കുന്നേക്കാൾ നല്ലത് ഇതുവഴി നിയന്ത്രിക്കുകയാണ്, പ്രാണൻ വഴി നിയന്ത്രിക്കുകയാണ്. അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മനസ്സിന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലാവും ആ മനസ്സ് കുടുങ്ങും ചെയ്യും. കാരണം മനസ്സിൻ്റെ ഗതിവിഗതികൾ പ്രാണനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രാണനെ പിടിച്ചാക്കി കഴിഞ്ഞാൽ മനസ്സ് എന്താ പറയുക, ഒരു കൂട്ടിലിട്ട മെരുവിനെ പോലെയാവും. ഇതന്നെയാണ് രമണ മഹർഷി പറഞ്ഞേക്കണം. മെരു എന്നല്ല അദ്ദേഹം പറഞ്ഞു വായുരോധനാത് ലീയതേ മന ജാലപക്ഷിവത് രോധസാധനം. ഉപദേശസാരൻ. വായുരോധനാത്, വായുവിനെ രോധിച്ചാൽ, വായുവിനെ നിയന്ത്രിച്ചാൽ, മീനിങ് പ്രാണനെ നിയന്ത്രിച്ചാൽ, പ്രാണായാമം പ്രാക്ടീസ് ചെയ്താൽ, ലീയതേ മന, മനസ്സ് ലയിക്കും. മനസ്സിൽ ബിക്കം സബ്ഡ്യൂഡ്, മനസ്സിൽ ബിക്കം ലെസ് അജിറ്റേറ്റഡ്. എങ്ങനെ? ജാലപക്ഷിവത്, കൂട്ടിൽ പക്ഷിയെപ്പോലെ ശാന്തനാവും, പാറിപ്പറക്കലൊന്നും ഉണ്ടാവില്ല. ഏരിയ ഓഫ് ഓപ്പറേഷൻ റെഡ്യൂസസ്. ജാലപക്ഷിവത്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ആ മനസ്സിനെ രോധസാധനം, നിയന്ത്രിക്കാം. കൂട്ടിൽ കിടന്നിട്ടുള്ള കളിയല്ലേ ഉള്ളൂ. നോക്കൂ, വാട്ട് എ ടെക്നിക്ക്. ആലോചിച്ചോ, രോമാഞ്ചം വരുന്നില്ലേ നിങ്ങൾക്ക് ഈ ടെക്നിക്കൊക്കെ കേൾക്കുമ്പോൾ? പ്രാണായാമം. അതുകൊണ്ട് മനോനിഗ്രഹത്തിന് ഒരു എളുപ്പ വഴിയാണ് പ്രാണായാമം, ദ ഈസിയസ്റ്റ് വേ. അതുകൊണ്ടാണ് ശങ്കരൻ പറഞ്ഞത് പ്രാണായാമം, ഫസ്റ്റ് ആദ്യം പറഞ്ഞതാണ്. അടുത്തതോ പ്രത്യാഹാരം. പ്രത്യാഹാരം മീൻസ്
വിഷയങ്ങളിൽ നിന്ന്, മീനിങ് സെൻസ് ഓബ്ജക്ട്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കലാണ് പ്രത്യാഹാരം. ഇന്ദ്രിയങ്ങൾ മീൻസ് നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ, മുക്ക്, നാക്ക്, ത്വക്ക്, ചെവി, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങളാണല്ലോ നമുക്ക് ലോകത്തിൽ നിന്ന് ഇൻഫർമേഷൻ എല്ലാം ഗ്യാദർ ചെയ്യണത്. എല്ലാ സെൻസ് ഓബ്ജക്ട്സിൽ നിന്നും സെൻസ് ഓർഗൻസും പോയിട്ടാണല്ലോ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണത്. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങൾ ഗ്യാദർ ചെയ്യാണല്ലോ എസൻസിൽ. വായുർഗന്ധ നിവാശയാൽ അല്ലേ? അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ സാധാരണഗതിയിൽ മനസ്സും പോവും. മനസ്സഷ്ടാൻ ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. 6ാമത്തെ ഒരാളായിട്ട്, ഇവർക്കൊക്കെ കൂട്ടിനായിട്ട്, ഒരു ലീഡറായിട്ട്, ഡെലിഗേഷൻ ടീമിൻ്റെ ലീഡറായിട്ട് മനസ്സും പോവും. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. വിഷയങ്ങളെ സേവിക്കാൻ വേണ്ടി പോവാണ്, ഒളിസേവ നടത്താൻ വേണ്ടി മനസ്സും പോവാണ്. ആ ഇന്ദ്രിയങ്ങളുടെ പോക്ക് നിർത്തുക, അതാണ് പ്രത്യാഹാരം, നിയന്ത്രിക്കുക. മനസ്സ് വിഷയങ്ങളിലൂടെയുള്ള വിഷയഭോഗങ്ങളിലേക്കുള്ള പോക്ക് ഒന്ന് നിയന്ത്രിക്കുക, അതിനാണ് അത് ബന്ധിക്കുന്നത്. അതിനെ ബന്ധിച്ചിടുക. ഒപ്പം തന്നെ ആ ബന്ധിച്ചിട്ട മനസ്സിനെ ഈ ഇന്ദ്രിയ സുഖങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നും അതിൻ്റെ ചാഞ്ചല്യമായിട്ടുള്ള എന്താ പറയുക പ്രകൃതിയും അതിൽ നിന്ന് കിട്ടുന്ന ദുഃഖവും പിന്നീട് പറഞ്ഞൊരു ചെറിയൊരു ട്യൂഷൻ ക്ലാസ്സും കൊടുക്കുക മനസ്സിന്. ജയിൽവാസികൾക്കൊക്കെ നല്ല നടപ്പിന് ക്ലാസ് കൊടുക്കില്ലേ? ഗുഡ് കോണ്ടക്റ്റ്, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, മറിച്ച് ചെയ്യണം, അത് ചെയ്യുന്നത് നല്ലതല്ല, ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് ജയിൽവാസികൾക്ക് കൊടുക്കില്ലേ? പരിവർത്തനം വരാൻ വേണ്ടിയിട്ട്. അതേപോലെ മനസ്സിന് പരിവർത്തനം വരാനായിട്ട് ക്ലാസ്സും കൊടുക്കുക. അപ്പം മനസ്സെന്ത് ചെയ്യും? ഇന്ദ്രിയങ്ങളെ അങ്ങനെ അധികം വിടില്ല. അപകടകരമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിഷയങ്ങളിൽ വലുതും നമ്മൾക്ക് അനുഭവസ്ഥരായി മുന്നേ കണ്ടു കഴിഞ്ഞാൽ, ഓ പിന്നെ അപകടകാരിയാണ്. തീ കണ്ടാൽ നമ്മൾ തൊടുവോ? അങ്ങനെ കത്തുന്നു, നല്ല രസമുണ്ട് എന്നിട്ട് വിരൽ കൊണ്ട് കൊടുക്കൂ? ഇല്ലല്ലോ. എന്താ കാരണം? അപകടമാണ്. അപ്പോൾ തീയിൻ്റെ അടുത്ത് വിരലെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? തീയിലേക്ക് വെച്ചെടുക്കുമോ? പിന്നാക്കം വലിക്കുമോ? ഈ ചെറിയ കുട്ടി പോലും എന്താ ചെയ്യുക? പിന്നാക്കം വലിക്കും. വലിയൊരു ജലാശയം കണ്ടു, നമ്മുടെ കാല് അങ്ങോട്ട് ചാടുമോ? ഇല്ലല്ലോ, പിന്നാക്കം വലിക്കില്ലേ? അപ്പോൾ അപകടകരമാണ് എന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ആ വിഷയങ്ങൾ നമുക്ക് അനുഭവമായാൽ മനസ്സ് ഇന്ദ്രിയങ്ങളെ അവയിൽ നിന്ന് പിൻവലിപ്പിക്കണം. യഥാ സംഹരതേ ചായം കൂർമാംഗാനീവ സർവശാ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതം. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നവൻ്റെ ഒരു ലക്ഷണം എന്താ അറിയോ? യഥാ സംഹരതേ ചായം കൂർമാംഗോനീവ സർവശ. ഒരാമ വെള്ളത്തിൽ എന്തെങ്കിലും ഒരു കല്ലെടുത്തിടേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് വന്ന് വീഴേ കണ്ടു കഴിഞ്ഞാൽ ആ ആമ അതിൻ്റെ എല്ലാ അംഗങ്ങളും അകത്തേക്ക് വലിച്ചെടുക്കും. ഇല്ലേ? കണ്ടിട്ടില്ലേ? ഒബ്സർവേഷൻ ഇതൊക്കെ മഹർഷിമാരുടെ നേച്ചറിൽ നിന്നുള്ള ഒബ്സർവേഷൻസാണ്. അതുകൊണ്ട് അവർക്ക് ലാബറട്ടറി വേറെ ഒന്നുമില്ല. ദി ഹോൾ വേൾഡ് ഈസ് എ ലാബറട്ടറി. പ്രകൃതിയിൽ നിന്നാണ് ആ ഒരു അനുഭവങ്ങൾ എടുക്കുന്നത്. പ്രകൃതിയിൽ നിന്നാണ് ആ ഒരു എക്സാമ്പിൾസ് പറയുന്നത്. ഒരാമ എങ്ങനെയാണോ എന്തെങ്കിലും ഒരു അപകട വസ്തു വെള്ളത്തിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് മണത്തറിഞ്ഞിട്ട് അങ്ങോട്ട് പോകാതെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിടത്ത് നിന്നിട്ട് എല്ലാ അംഗങ്ങളും യഥാ സംഹരതേ സംഹരിക്കും. രുദ്രൻ ലോകത്തിനെ സംഹരിക്കുന്നത് പോലെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. എല്ലാം എൻ്റെ തലയും കാലും കൈയും എല്ലാം വലിച്ച് വേറൊരു തോടായിട്ട് കല്ല് പോലെ അവിടെ കിടക്കും നിശ്ചലമായിട്ട്. യഥാ സംഹരതേജായം കൂർമ്മ അംഗാനീവ സർവശ, എല്ലാ അംഗങ്ങളും വലിച്ചെടുക്കും. അതുപോലെ തന്നെ ഇന്ദ്രിയാർത്ഥേഭ്യ,
ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് അയക്കാതെ ആ ഇന്ദ്രിയങ്ങളെല്ലാം പിൻവലിക്കും മനസ്സ്. സ്ഥിതപ്രജ്ഞ പ്രതിഷ്ഠിത. 2-ാം അധ്യായത്തിലെ ഭഗവത്ഗീത. ആമ കൈകാൽ തലകൾ പോൽ ഇന്ദ്രിയങ്ങളെയൊക്കെയും. ആമ, കയ്യ്, കാല്, തല ഇവ പോലെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളൊക്കെയും വിഷയാൽ പിൻവലിക്കുന്നോനത്രേ പ്രജ്ഞയുറച്ചവൻ. അപ്പം ആമ കയ്യുകാൽ തലകൾ പോലെ, കയ്യും കാലും തലയൊക്കെ ആമ പിൻവലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെയൊക്കെ വിഷയാൽ പിൻവലിക്കുന്നോനത്രേ പ്രജ്ഞയുറച്ചവൻ. സ്ഥിതപ്രജ്ഞയുള്ളവൻ അവനാണെന്ന് പറയാം. പ്രജ്ഞ ഉറച്ചവൻ അവനാണ്. പിന്നെ തത്വങ്ങൾ ഇതാണ്, ലോകതത്വം ഇതാണ്. എല്ലാ ഗ്രന്ഥങ്ങളിലും നമ്മൾ പഠിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പുറമേയുള്ള സാധനങ്ങളിൽ നിന്ന് മനസ്സ് പിൻവലിക്കുക. രമണ മഹർഷി അതല്ലേ പറഞ്ഞേക്കണ. ഉച്ചത്തിൽ ഉറക്ക ആ തിരുവണ്ണാമലയുടെ മുകളിൽ കയറി നിന്നിട്ടല്ലേ അദ്ദേഹം പറഞ്ഞേ, ദൃശ്യവാരിതം ചിത്തമാത്മന ചിത്വദർശനം തത്വദർശനം. ബാഹ്യവിഷയങ്ങളിൽ നിന്ന് പിന്മടങ്ങി അന്തർമുഖമായിട്ടുള്ള മനസ്സ് ഹൃദയത്തിലുള്ള അന്തരാത്മാവിനെ ദർശിക്കുന്നു. ആ ദർശനം തന്നെയാണ് തത്വദർശനം എന്ന് പറയുന്നത്. എവിടേക്കെങ്കിലും മനസ്സ് നോക്കണ്ടേ? പുറത്തേക്ക് നോക്കാൻ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ അകത്തേക്ക് നോക്കുക. അകത്തേക്ക് നോക്കാനാണ് പുറത്തേക്ക് നോക്കാൻ സമ്മതിക്കാണ്ടിരിക്കണം. അപ്പോൾ പുറത്തേക്ക് നോക്കിയാൽ കാണുന്നത് എന്താ? ഗുരുവായൂരപ്പൻ തന്നെ. അപ്പോൾ ദൃശ്യവാരിതം, പുറത്തേക്കുള്ള വാലൊക്കെ അടച്ചു. ഓൾ എക്സിറ്റ് എൻട്രി ഈസ് ക്ലോസ്ഡ്. ദൃശ്യവാരിതം ചിത്തമാത്മന. ഇപ്പം മനസ്സ് എങ്ങോട്ട് പോയി? ഉള്ളിലേക്ക് പോയി, ആത്മാവിലേക്ക് പോയി. റൂമിലായി നോട്ടം. ആ ദർശനമാണ് ചിത്വദർശനം തത്വദർശനം. ആ ചിത്തദർശനമാണ് തത്വദർശനം. മനസ്സിലായില്ലേ? എല്ലാ ഗ്രന്ഥങ്ങളിലും ഇതന്നെയാണ് പറയണത്. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിന്മാറുക. വിഡ്രോ 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 തന്നെ നാമജപം. അപ്പോൾ ഇതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാണായാമം, പ്രത്യാഹാരം. ഞാൻ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം പല 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 പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ഇനി അതിലും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വളരെയധികം പഠിച്ചിട്ടുള്ളതാണ്, നിത്യാനിത്യ വിവേക വിചാരം. നിത്യവും അനിത്യവുമായ വസ്തുക്കളെ തിരിച്ചറിയുക, അതാണ് നിത്യാനിത്യ വിവേക വിചാരം. സത്യത്തെയും മിഥ്യയെയും കുറിച്ച് അറിയുക. അറിഞ്ഞും കൊണ്ട് ആരെങ്കിലും മിഥ്യയുടെ പിന്നാലെ പോവോ? അതില്ല. സത്യം തെറ്റിദ്ധരിച്ചിട്ടാണ് പോണത്. അത് ചെന്ന് നോക്കുമ്പോഴാണ്, ചെന്ന് നെറ്റി മതിലിൻ്റെ മുകളിൽ ഇരിക്കുമ്പോഴാണ് അറിയണം, ഓ ഇത് അങ്ങോട്ട് വഴിയില്ല അല്ലേ, ഓ ഇത് മിഥ്യയായിരുന്നു എന്ന് അപ്പോഴാണ് അറിയണത്. ടു ലേറ്റ് ആണ് നിത്യവിവേക വിചാരം. മിഥ്യയുടെ പിന്നാലെ ആരും പോവില്ലല്ലോ. ഉറച്ച വിവേകമാണെങ്കിൽ, അല്ലെങ്കിൽ സംശയമാണെങ്കിൽ പോവും. ഉറപ്പിച്ചൊരു വിവേകം വേണം. അതിനാണ് അവിടെ പറയണത്. വെറുതെ പറയില്ല, ആ വാക്കുകൾ നോക്കൂ. നിത്യാനിത്യ വിവേക വിചാരം. വിചാരം മീൻസ് തിങ്കിങ്. വിവേകം മീൻസ് thoughtful, ഇൻ്റലിജൻറ്റ്. വിവേകപരമായ വിചാരം, ബുദ്ധിപൂർവമായ ചിന്തനം, ഇൻ്റലിജൻറ്റ് തിങ്കിങ്. എങ്ങനെയും ചിന്തിച്ചിട്ട് കാര്യമില്ല. പീപ്പിൾ സ്റ്റുപ്പിഡ് തിങ്കിങ്ങും ആവാം, ഫൂളിഷ് തിങ്കിങ് ആവാം, വിഡ്ഢിതരമായിട്ടുള്ള ചിന്തനവും ആവാം. അവിടെ അല്ല, വിവേക വിചാരം, വിവേകപരമായ വിചാരം, സയൻറ്റിഫിക് റാഷണൽ തിങ്കിങ്. ഏതാണ് നിത്യം, ഏതാണ് സത്യം, ഏതാണ് മിഥ്യ, ഏതാണ് സത്യം,
ഏതാണ് പാമ്പ്, ഏതാണ് കയറ്? ഓ, അങ്ങോട്ട് കിടക്കണില്ലേ. മനസ്സിലായോ? നിത്യാനിത്യ വിവേക വിചാരം. ഈ ആധ്യാത്മിക ആന്തരിക സാധനത്തിൽ ഈ വിവേക വിചാരത്തിന് വളരെ എന്താ പറയുക, പ്രമുഖമായിട്ടുള്ളൊരു പങ്കുണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഈ ആന്തരിക ഇതിൽ, ഡിസിപ്ലിനിൽ, ഈ നിത്യാനിത്യ വിവേക വിചാരത്തിനൊരു പ്രത്യേക പങ്കുണ്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ പ്രാണായാമവും പ്രത്യാഹാരവും വെറുതെയാണ്. ഈ മൂന്നാമത്തെ ക്വാളിറ്റി ഓഫ് നിത്യാനിത്യ വിവേക വിചാരം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രാണായാമം ആൻഡ് പ്രത്യാഹാരം ഈസ് യൂസ്ലെസ്, ഫ്യൂട്ടൈൽ എക്സസൈസ്, വൃഥാ പ്രയത്നം. അപ്പം അനിത്യ വസ്തുക്കളെ, നിത്യമല്ലാത്ത വസ്തുക്കളെ വിവേകപൂർവം, നോട്ട് ബൈ എമോഷൻ. ഒരു പെട്ടെന്നൊരു സംഭവം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു നാളെ തൊട്ട് വേണ്ടെന്ന് പറയലില്ല. വിവേകപൂർവം കാര്യകാരണ സഹിതം പുറന്തള്ളാനുള്ള കഴിവ് വേണം അനിത്യത്തിന്. നിത്യവസ്തുവിനെ സദാസമയത്തും മനസ്സിൽ പ്രതിഷ്ഠിക്കാനുള്ള ആർജവും വേണം. രണ്ട് കാര്യം വേണം. അനിത്യത്തിനെ പുറന്തള്ളാനുള്ള ശക്തി, ഹൂവർ ഇറ്റ് ഈസ്, എൻ്റെ റിലേറ്റീവ് ആയിരിക്കാം, എൻ്റെ അലിയിച്ചാരാവാം. ഓഫീസിൽ ഞാനത് സമ്മതിക്കില്ല, യു ആർ ഡിസ്മിസ്ഡ്. വിടണം പുറത്ത്. If there is an indiscipline, if I don't like him, if he is not fit, get out. Sir, എന്താ പറയാ, എഴുത്തുകാരൻ ഞാൻ നോക്കിക്കോളാം, അപ്പം പുറത്ത് പോകും. അളിയച്ചാരായാലും ശരി, മരുവനായാലും ശരി, മകനായാലും ശരി, ഇഫ് യു ആർ അൺഫിറ്റ് ഫോർ ദ ജോബ്, ഗെറ്റ് ഔട്ട്. അതിന് നിത്യാനിത്യ വിവേക വിചാരം വേണം. അത് പുറന്തള്ളാനുള്ള ശക്തി ബുദ്ധിക്ക് വേണം. അതേ സമയത്ത് നല്ലതിനെ ഉൾക്കൊള്ളാനുള്ള ആർജവും വേണം. ധൈര്യം രണ്ടിനുമുണ്ട്. പുറന്തള്ളാനുള്ള ധൈര്യവും വേണം, ഉൾക്കൊള്ളാനുള്ള ധൈര്യവും വേണം. അതാണ് നിത്യാനിത്യ വിവേക വിചാരം എന്ന് പറയാൻ കാരണം. നല്ല കാര്യത്തിനെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനുള്ള കഴിവ് വേണം. അതിനോടുള്ള അനങ്ങരുത്. വിവേക വിചാരത്തിലൂടെ മാത്രമേ ഇത് നേടുള്ളൂ. ഓഫ് കോഴ്സ് അഭ്യാസം കൊണ്ടും. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിത്യാനിത്യ വിവേക വിചാരം വളരെ വളരെ പ്രധാനപ്പെട്ടൊരു അംഗമാണ് എന്ന് പറയാൻ കാരണം. അടുത്തത് ജാപ്യസമേത സമാധി വിധാനം. ജാപ്യസമേതം, ജപത്തിൻ്റെ കൂടെ മനസ്സിൽ തത്വവിചാരം ചെയ്ത് നിത്യാനിത്യ വസ്തുക്കളെ വേർതിരിച്ചറിയാനുള്ള കഴിവ് തൻ്റെ ബുദ്ധിക്ക് കൈമാറുന്ന പ്രക്രിയയാണ് ജപം. ഒന്നും കൂടിയും പറയാം. മനസ്സിൽ തത്വവിചാരം ചെയ്ത് നിത്യാനിത്യ വസ്തുക്കളെ, സത്യാമിത്യ വസ്തുക്കളെ വേർതിരിച്ച് അറിയാനുള്ള കഴിവ് മനസ്സാർജിച്ചിട്ട് ആ കഴിവ് ബുദ്ധിക്ക് കൈമാറി ബുദ്ധിയായിട്ട് ഷെയർ ചെയ്യുന്ന പ്രക്രിയയാണ് ജപം. എന്തിനാ ബുദ്ധിക്ക് കൈമാറുന്നത്? മനസ്സിന് എപ്പോഴും സംശയമാണ്. ഇത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അത് ശരിയാണോ? മനസ്സ് ഈസ് ഓൾവേസ് എ ഡൗട്ടിങ് തോമസ്. സംശയാത്മിക ബുദ്ധി, അതതിൻ്റെ നേച്ചറാണ്. നിശ്ചയാത്മിക ബുദ്ധി, സംശയാത്മിക മനസ്സ്, നിശ്ചയാത്മിക ബുദ്ധി. മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും സംശയാത്മക. അവൻ എപ്പോഴും ഈ ദേവേന്ദ്രനെ പോലെയാണ്. എപ്പോഴും അവന് സംശയമാണ്. അയാൾ എന്തിനാ തപസ് ചെയ്യാൻ പോയി, അയാളെന്തിനാ തപസ് ചെയ്യാൻ പോയി, എപ്പോഴും അവന് സംശയമാണ്. അതാണോ ശരി, ഇതാണോ ശരി. കാര്യമൊക്കെ കേമനാണ്, എല്ലാം കേമനാണ്, എല്ലാം കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷെ അവസാനം ഒരു ഡെസിഷൻ എടുക്കാൻ വരുമ്പോഴേക്കും അവൻ ആകെ ഒരു വെപ്രാളം. അപ്പോൾ എന്താ ചെയ്യുക? ഹീ റിഫേഴ്സ് ടു ദ ഇൻ്റലക്റ്റ്. ഇതൊക്കെ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ കഴിയും. മെക്കാനിസം അത്ര ഫാസ്റ്റാണ് ഈ കമ്പ്യൂട്ടർ. അപ്പോൾ ഈ
നിത്യാനിത്യ വസ്തു കണ്ടുപിടിച്ച് അനിത്യം ഇന്നതാണ്, നിത്യം ഇന്നതാണ്, അതിനെ ഞാൻ പുറന്തള്ളാൻ പോവാണ്, ഇതിനെ ഞാൻ സ്വീകരിക്കാൻ പോവാണ്, മിഥ്യ എന്നുള്ള വസ്തുക്കളെല്ലാം ഞാൻ ഐ ആം ഗോയിങ് ടു ഡിസ്മിസ് ദം, സത്യവസ്തുക്കളെ മാത്രം ഞാൻ ഉള്ളിലെടുത്ത് എൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ എൻഗേജ് ചെയ്യുള്ളവരെ അങ്ങനെ ചെയ്തോട്ടെ, എൻ്റെ വ്യൂ ഇതാണ്, കറക്റ്റാണോ സാർ എന്ന് ബുദ്ധിയോട് ചോദിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ജപം. അപ്പോൾ ദൃഢമായൊരു തീരുമാനം എടുക്കുന്നത് മനസ്സല്ല, ബുദ്ധിയാണ്. മനസ്സിനെപ്പോഴും സംശയമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇത് തെറ്റ്, ഇത് ശരി എന്നുള്ള തീരുമാനം എടുക്കുന്നത് ബുദ്ധിയാണ്. അപ്പോൾ മനസ്സിനോട് പറയലടോ, കാരണം പറയുന്നത് ശരിയല്ല, ഒന്നുകൂടി ആലോചിക്കാം, ഓ റൈറ്റ്, ഒന്നുകൂടി ആലോചിക്കാം, അതല്ല, ആ കറക്റ്റ്, അതാണ് ശരി കേട്ടോ, റൈറ്റ്, വെരി ഗുഡ് ജോബ്. അപ്പം മനസ്സൊന്ന് റെക്കമെൻഡ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരു പുഷ്, ഇതല്ല എന്നെ നല്ല വഴി സാർ എന്ന് ചോദിക്കുകയാണ്, ഒരു റെക്കമെൻഡേഷൻ മാത്രം. അതാണ് ദ പ്രോസസ് ഓഫ് ജപ. നമ്മുടെ മനസ്സിൽ നമ്മൾ ജപിക്കുമ്പോൾ രാമകൃഷ്ണ ഗോവിന്ദ ഗുരുവായൂരപ്പ നാരായണ ചോറ്റാനിക്കരമ്മേ എറണാകുളത്തപ്പ എന്നൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ട് ജപിക്കുമ്പോൾ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ എന്താ? നിങ്ങളുടെ മനസ്സ് അതേവരെ ചിന്തിച്ചെടുത്തിട്ടുള്ള ആ വിവേക ചൂടാമണി ഉണ്ടല്ലോ, ആ രത്നത്തിനെ മെല്ലെ ഇതന്നെയല്ലേ സത്യം സാർ എന്ന് ചോദിച്ചിട്ട് ബുദ്ധിയുടെ മുമ്പിൽ വയ്ക്കുന്നതാണ് ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ. നിങ്ങൾ അറിഞ്ഞിട്ടായാലും അറിയാതെ ആയാലും അതിനെയാണ് ജപം എന്ന് പറയുന്നത്. അതിന് മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടാനാണ് ഏതെങ്കിലും ഒരു രൂപത്തെ ധ്യാനിക്കൂ, ഒരു രൂപത്തെ ജപിക്കൂ, ജപമാല കയ്യിലെടുക്കൂ എന്നൊക്കെ പറയുന്നത് കോൺസെൻട്രേഷൻ ചിന്നിച്ചെതറിപ്പോവാതിരിക്കാനാണ്. മനസ്സും ബുദ്ധിയായിട്ടുള്ള ഇഡിയോസിൻക്രണൈസേഷൻ വേണം, ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് വേണം. ഒരാൾ ഒരു വഴിക്കും വേറൊരാൾ വേറൊരു വഴിക്കും പോയാൽ കാര്യമില്ല. അപ്പോൾ രണ്ടിനെയും പിടിച്ച് കെട്ടിയിട്ട് വേണം ഈ ജപം നടത്താൻ. മനസ്സിലായില്ലേ? അതാണ് ജാപ്യ ജപം. അതിൻ്റെ കൂടെ വേറൊന്നും പറഞ്ഞിട്ടുണ്ട്, ജാപ്യ സമേത, അതിൻ്റെ കൂടെ സമാധി വിധാനം, സമാധി വേണം. ഈ മേൽപ്പറഞ്ഞ 4 കാര്യങ്ങളുണ്ടല്ലോ, പ്രാണായാമം, പ്രത്യാഹാരം, നിത്യാനിത്യ വിവേക വിചാരം, ജപം, ഈ 4 സാധനങ്ങളുടെ ഫലമായിട്ട് മനോവൃത്തികളൊക്കെ, ആവശ്യമില്ലാത്ത മനോവൃത്തികളൊക്കെ ചുരുക്കി, ഫോറിൻ ട്രാവലൊക്കെ ഒന്ന് കുറച്ച് അവനവൻ്റെ ഓഫീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ആ വഴിയിലേക്കാണ്, അങ്ങനെ നടക്കാനുള്ള വഴിയിലേക്കാണ് നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളൊക്കെ തിരിച്ചുവിടുന്നത്. അപ്പം അതിൻ്റെ ഗതിവിഗതികളിലേക്ക് ബുദ്ധി ഒരു ഓക്കെ കൊടുത്ത് മനസ്സിനോട് പറയണം, ഓക്കെ റൈറ്റ്. ആ ബുദ്ധി ആ ഡെസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു വീണ്ടാലോചനയുണ്ട് ബുദ്ധിക്ക്, ശരിയല്ലേ? ആ സമയത്താണ് ബുദ്ധി കംസ് ഇൻ യൂണിയൻ വിത്ത് യുവർ സെൽഫ്. ബുദ്ധി സ്ഥിരമാകുന്നു, ദൃഢബുദ്ധിയാകുന്നു, സമാധി അവസ്ഥയിലാകുന്നു. സമാധി എന്ന് വെച്ചെങ്കിൽ എന്താ? ധി എന്ന് വെച്ചെങ്കിൽ ബുദ്ധി, സമ എന്ന് വെച്ചെങ്കിൽ ഈക്വൽ, ഈക്വാനിമിറ്റി ഓഫ് ബുദ്ധി, സ്ഥിരബുദ്ധി, നിശ്ചലതത്വയെ ജീവൻ മുക്തി എന്ന് കേട്ടിട്ടുണ്ടോ? ശാന്തമായിരിക്കുന്ന സ്ഥിതി. ശാന്തമായിരിക്കുമ്പോഴേ കോൺടെംപ്ലേഷന് പറ്റുള്ളൂ, ചിന്തിക്കാൻ പറ്റുള്ളൂ വേണ്ട പോലെ. ആ ഇരിക്കുന്ന സ്ഥിതിയാണ്, ആ അവസ്ഥയിലാണ് ബുദ്ധിക്ക് തത്വദർശനം കിട്ടുന്നത്. അത് നേരത്തെ പറഞ്ഞ ചിത്വദർശനം, തത്വദർശനം. ഭഗവാനായിട്ട് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു ആ സമാധി അവസ്ഥയിൽ. All worldly objects set at right. No admission. I am in communion with myself. Shut all doors. ഒരു ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയ വിഷയങ്ങൾക്കും നോ അഡ്മിഷൻ. മൈൻഡ്, പ്ലീസ് സീ. മൈൻഡ് ഈസ് ഓൾറെഡി അണ്ടർ കൺട്രോൾ. അവൻ ഓൾറെഡി നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നതാണ്. അവനെ കൂട്ടിലിട്ട പക്ഷിയെ പോലെ ആക്കിയിട്ടുണ്ട് പ്രാണവായു രോധനം കാരണം, അല്ലേ? അവൻ നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ബുദ്ധിക്ക് അവനെ ഉപദേശിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളൊന്നും
ഇന്ദ്രിയ വിഷയങ്ങളെ ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാൻ നോക്ക്. അവരാരെയും വലിച്ചിങ്ങോട്ട് കയറ്റരുത്, ഇന്ദ്രിയങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിടരുത്. കീപ് ദം അണ്ടർ യുവർ കസ്റ്റഡി ആൻഡ് കൺട്രോൾ. അപകടകാരികളായിട്ടുള്ള പല വിഷയങ്ങൾ നാലുപുറമുണ്ട്. അപ്പോൾ ആമ എങ്ങനെയാണോ വടം വലിക്കുന്നത് അതുപോലെ പിന്നാക്കം വലിക്കുക. ഞാനും ഒരു മിനിറ്റ് ഇരുന്ന് ആലോചിച്ച് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഈസ് ഇൻ കമ്മ്യൂണിയൻ വിത്ത് ദ ലോർഡ് ഹിംസെൽഫ്. അപ്പം ആ സമയത്താണ് മനസ്സിലായില്ലേ, സമാധിയിലിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മൾ സൈലൻ്റ് ആവണു, ഭഗവാൻ നമ്മളോട് സംസാരിക്കുന്നു. പ്രാർത്ഥന സമയത്ത് ഭഗവാൻ സൈലൻ്റ്, നമ്മൾ ബ്ലാ 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 ബ്ലാ. ഭഗവാനേ എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്കിത് മറ്റത് വേണം, മറ്റു കുറച്ച് വേണം, അങ്ങനെയായാൽ നന്നായിരുന്നു, ഇങ്ങനെയായാൽ നന്നായിരുന്നു, എന്താ അങ്ങനെ ഇട്ട് വലിക്കണം എൻ്റെ ഈശ്വര ഗുരുവായൂരപ്പ. 100 കാരണങ്ങൾ. ഭഗവാൻ ഒരക്ഷരം മിണ്ടില്ല, ഒക്കെ കേൾക്കും. സമാധി സമയത്തോ മെഡിറ്റേഷൻ സമയത്തോ ഭഗവാൻ ടോക്സ്, യു ഡോണ്ട് ഹിയർ, യു ഡോണ്ട് സേ എനിത്തിങ്. നമ്മളൊന്നും, എല്ലാം ഭഗവാൻ അപ്പം കേട്ട, നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ട പോലെ ഭഗവാന്റെ അരുൾപ്പാട് നമ്മൾ കേൾക്കണു. അത് സ്ഥിരബുദ്ധിയിലുള്ളതാണ്. അജിറ്റേഷൻ ഇല്ലാത്ത മനസ്സിലാണ് ഭഗവാൻ നമുക്ക് ഉപദേശിക്കുന്നത്. ഇൻ സ്റ്റേറ്റ് ഓഫ് സ്റ്റഡി മൈൻഡ് ആ ഉപദേശം നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. ആ ഒരു കാഴ്ച കണ്ട് തിരിച്ചു വരുന്ന വരവുണ്ടല്ലോ, യു ആർ എ VIP, വാസ്റ്റ്ലി ഇംപ്രൂവ്ഡ് പേഴ്സൺ. യുവർ മൈൻഡ്, യുവർ ഇൻ്റലക്ട്, യുവർ എനർജി, യുവർ എയർ, എവറിത്തിങ് ഗെറ്റ്സ്, എന്താ പറയുക, റീചാർജ്ഡ്. ധ്യാനത്തിൽ നിന്ന് എണീറ്റ് വരുന്ന വരവുണ്ടല്ലോ, കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ പോലെ എലിയെപ്പോലെ കിടക്കുന്നവനൊരു പുലിയെപ്പോലെ വരുന്നത് കാണാം. നോറ്റുവിശന്നു കിടക്കും ഫൽഗുനൻ ഏറ്റുവരുമ്പോൾ ഭൂമി കുലുങ്ങും എന്ന് പറഞ്ഞ പോലെയാവും. പോയ ആളല്ലല്ലോ പുറത്തു വരുന്നത്. ധ്യാനത്തിലിരുന്നിട്ടേ കണ്ടംപ്ലേഷൻ, കണ്ടിന്യൂസ് കണ്ടംപ്ലേഷൻ, dialogue between mind and intellect, dialogue between the mind and dialogue between the intellect and yourself. ഉള്ളിലില്ലേ ഈശ്വരൻ, ഈശ്വര സർവഭൂതാനാം. ആ ഒരു ശക്തിയില്ലേ, ആ ഒരു ചൈതന്യമില്ലേ, ആ ഒരു പ്രകാശമില്ലേ, ആ പ്രകാശമാണ് ഗൈഡൻസ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഈസ് നോട്ട് സ്പീക്കിംഗ് ത്രൂ ഹിസ് മൗത്ത്. ഉള്ളിലുള്ള ഭഗവാന് വായും കണ്ണും മൂക്കൊന്നുമില്ല. ഇറ്റ്സ് എ ലൈറ്റ് ദാറ്റ് ഗൈഡ്സ്, ബീക്കൺ ലൈറ്റ്. അതാണ് ജാപ്യസമേത സമാധി വിധാനം. ശങ്കരൻ ഉപദേശിക്കുന്ന അവസാനം കുർവവധാനം മഹദവധാനം. ഈ പ്രക്രിയകൾ വളരെ സാവധാനത്തോടെ ജാഗ്രതയോടെ അനുഷ്ഠിക്കൂ. അതാണ് ഗുരുവിൻ്റെ ഉപദേശം. വളരെ സാവധാനത്തോടെ. കുർവവധാനം മഹദവധാനം. നല്ല സമാധാനത്തോടു കൂടി, ശ്രദ്ധയോടെ, മഹത്തായ ശ്രദ്ധയോടെ ഇത് ചെയ്യൂ. മഹദവധാനം, ശ്രദ്ധയോടെ ചെയ്യണം, മഹത് ശ്രദ്ധയോടെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുക, കണ്ടോ? കുറു അവധാനം പോരെ, പോരാ, മഹദവധാനം. ഉറപ്പിച്ചു പറയാം. പ്രയത്നിക്കൂ, ശ്രമിച്ചു പ്രയത്നിക്കൂ, നല്ല പോലെ പ്രയത്നിക്കൂ, ശ്രദ്ധയോടുകൂടി ചെയ്യൂ. ഇതൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ശ്രദ്ധയോടുകൂടി ചെയ്യണേ എന്ന് എടുത്തു പറയില്ലേ നമ്മൾ, അണ്ടർലൈൻ. ശാന്തമായിട്ട് ചെയ്യൂ, ധൃതി പിടിക്കണ്ട, വളരെ സമാധാനത്തോടു കൂടി ചെയ്യൂ. പ്രകൃതി നോക്കി പഠിക്കൂ. പ്രകൃതിയിൽ എവിടെയാ വെപ്രാളുള്ളത്? നമ്മളെ പോലെ നമുക്കെല്ലാം വെപ്രാളല്ലേ, എല്ലാം വെപ്രാളാണ്. നടക്കണേക്കാൾ മുമ്പ് നമുക്ക് ചെയ്യണം. ഓടണ വണ്ടിയിൽ കിടന്ന് ഓടിയിട്ട് എന്താ കാര്യം? നമ്മുടെ പരിപാടിയൊക്കെ ഇതാ. സ്വാഭാവികമായിട്ട് നടക്കണേക്കാൾ മുമ്പ് നമുക്കത് നടത്തണം, നല്ലൊരു സന്തോഷമുള്ളൂ. അത് നടക്കുമോ? എല്ലായിടത്തും നടക്കേണ്ട സമയത്തല്ലേ അത് നടക്കുള്ളൂ. പ്രകൃതി ഒന്ന് നിരീക്ഷിക്കും നമ്മൾ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മഴ, കാറ്റ്, മഞ്ഞ്, വെള്ളപ്പൊക്കം, എന്തായിക്കോട്ടെ, അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സമയത്തല്ലേ വരുള്ളൂ. വെള്ളപ്പൊക്കം ഓടിയിട് വരുമോ? അതിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സമയത്ത് വരും. സൂര്യൻ പെട്ടെന്നെങ്കിലും ഓടി വന്നങ്ങോട്ട് ഉദിക്കാറുണ്ടോ? അല്ലേ, നീ ഞാൻ നേരത്തെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. എന്ത്, നമ്മുടെ ക്ലാസ്സോ?
തോന്നുമ്പോൾ 7 മണി, തോന്നുമ്പോൾ 11 മണി, ഇഷ്ടം പോലെ വരാൻ. നോ, അതിന് അതിൻ്റേതായിട്ടുള്ള ചിട്ടകളുണ്ട്. സൂര്യോദയം എന്ന് പറഞ്ഞാൽ സൂര്യോദയം തന്നെ, സൂര്യാസ്തമയം എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയം തന്നെ. ചന്ദ്രൻ വരുന്ന സമയം നട്ടുച്ചയ്ക്ക് ചന്ദ്രൻ വരും. നക്ഷത്രങ്ങളൊക്കെ കൂടി യൂണിയൻ വിചാരിക്കുകയാണ് 27 ആളും കൂടിയിട്ട്. അപ്പം ടുമോറോ ഓൺവേഴ്സ് ഞങ്ങളെല്ലാവരും കാലത്താണ് വരാൻ കണ്ടേക്കുന്നത്. രാത്രി വയ്യ, ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി, മടുത്തു. നടക്കുമോ? നടക്കില്ല. എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടെന്ന്, എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ ഒരു ബന്ധപ്പാടുമില്ല, ഒരു വികാരവുമില്ല. ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോ. കുർവവധാനം മഹത് അവധാനം. വാട്ട് എ സട്ടിൽ അഡ്വൈസ്. എന്തൊരു ഹൈ ലെവൽ ഓഫ് അഡ്വൈസ്. ഒരു ഡിവൈൻ അഡ്വൈസ് അല്ലേ ഇതൊക്കെ. ജഗദ്ഗുരുവിൻ്റെ മുഖപത്മങ്ങളിൽ നിന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തൊരു അനുഗ്രഹം അത്. അങ്ങനത്തെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നോക്കൂ. ഗുരുനാഥനായിട്ടുള്ള സത്സംഗം. ഇതിനെ വേറെ സത്സംഗം അദ്ദേഹമായിട്ട് ശങ്കരൻ ഇവിടെ അടുത്ത് വന്നിരിക്കണ പോലെ തോന്നില്ല നമുക്ക്. ഈ ശ്ലോകം ഇങ്ങനെ വായിക്കുമ്പോൾ ശങ്കരൻ അടുത്തില്ലേ, തോന്നില്ലേ? അപ്പോൾ അതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നിന്നുള്ള ടേക്ക് ഓഫ്. നാളെ അവസാനത്തെ ശ്ലോകമാണ്, 31-ാമത്തെ. നാളത്തെ കൂടി നമുക്ക് കഴിക്കാം. ഇന്ന് എനിക്ക് തോന്നുന്നു 30-ാമത്തെ ദിവസമാണ് ഇന്ന്. നാളെ 31-ാമത്തെ ദിവസമാണ്, 31st ഡേ. 31-ാമത്തെ ക്ലാസ്സാണ് നാളെ. അപ്പോൾ 31 ശ്ലോകം, 31 ദിവസം. എങ്ങനെയോ ഭഗവാൻ അങ്ങനെ തീരുമാനിച്ചു. കണക്ക് അങ്ങനെ നടക്കട്ടെ എന്ന്, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ നാളെ നമുക്ക് എടുക്കാം ക്ലാസ്. നാളെ സമയം ഞാൻ എപ്പോഴും പറയുന്നില്ല, നാളെ നമുക്ക് നോക്കാം. എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ. ശംഭോ മഹാദേവ.